ജോസ് കെ മാണിയുടെ ആത്മവിശ്വാസം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലയിൽ ക്രൈസ്തവ മേഖലയിൽ നന്നായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ചില സമയങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ അവസാനം എന്തൊക്കെയാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടത്, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ആവശ്യമുണ്ടായത്, അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു LDF സർക്കാരിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ടെന്നാണ്. പരിഹരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരും കൂടെ ഒന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും. 5.5 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭരണത്തിലിരുന്നിട്ട് ഈ ഭരണം തീരാൻ 2 മാസം ഉള്ളപ്പം ഓടിപ്പിടിച്ച് കുറെ പ്രസ്താവനകൾ നടത്തിയതല്ലാതെ, ഉദാഹരണം പറഞ്ഞാൽ ഭൂപതിവ് ചട്ടം, ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടം PJ ജോസഫ് നിരന്തരമായിട്ട് അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. 3 വാക്കുകൾ എഴുതി ചേർത്താൽ മാറുന്ന വിഷയമുണ്ട് ഇടുക്കിയിലെ. കൃഷിക്കും വീട് പണിയുവാനും മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിനിയോഗിക്കാമെന്ന 3 ക്ലോസുകൾ ആ ചട്ടത്തിൽ എഴുതി തീർത്താൽ മാറുന്നൊരു വിഷയത്തെ സങ്കീർണമാക്കി ഇന്ന് കൃഷിക്കാരെ ഉദ്യോഗസ്ഥരുടെ ഔദാര്യത്തിൽ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് തുടരെ വന്ന് പ്രസംഗിച്ചു, ഇടുക്കിയിലും പ്രസംഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഉപാധിരഹിത പട്ടയം കർഷകർ, അതാണ് ആവശ്യം. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഈ 4.5 വർഷം ഇവർ എവിടെയായിരുന്നു? ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം ജോസ് കെ മാണി പറയുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഈ ഗവൺമെന്റ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ദിവസം തന്നെ ആളുകൾ മുറവിളി കൊണ്ടിരിക്കുക. അതിപ്പോ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നല്ലാതെ എന്താ പറയുക, ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇടുക്കി പാക്കേജിൽ 12,000 കോടി രൂപയാണ് വിവിധ ഘട്ടങ്ങളായിട്ട് ഇവർ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞതിന് മുമ്പിലത്തെ അസംബ്ലി സെക്ഷനിൽ PJ ജോസഫ് അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇടുക്കി പാക്കേജിൽ എത്ര തുക വിനിയോഗിച്ചിട്ടുണ്ട്? അപ്പോൾ അതിന്റെ ഉത്തരം കിട്ടിയത് 12,000 കോടി രൂപയിൽ 53 കോടി രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട്? 0. 5 പൈസ ചെലവഴിക്കണം. അപ്പോൾ ഇവരെ ഏത് കാർഷിക മേഖലയിലെ എന്ത് വിഷയം പരിഹരിച്ചു എന്നാണ് ഇവർ പറയുന്നത്? ഈ കുട്ടനാട് സംഭരിക്കുന്ന നെല്ലിന് പോലും ഇവർക്ക് വില കൊടുക്കാൻ പറ്റുന്നില്ല. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ആ മേഖലയിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ ഇടയ്ക്ക് ഇലക്ഷൻ എടുത്തപ്പം 2,000 ആക്കി ജസ്റ്റ് ഒന്ന് ഒരാളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ജോസ് കെ മാണി പറയുന്നത് കന്യാസ്ത്രീകൾക്ക് പോലും പെൻഷൻ ഉറപ്പാക്കിയെന്നാണ്. കന്യാസ്ത്രീകൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ തന്നെയാണ് ഇത് ഉറപ്പാക്കിയെന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു സർക്കാർ നയം പ്രഖ്യാപിക്കേണ്ടത് അധികാരത്തിൽ കയറുന്ന ആദ്യത്തെ മാസമോ അല്ലെങ്കിൽ ആദ്യത്തെ ബജറ്റിലാണ്. ഇത് ഇത്രയും നാളും ഇത് ആളുകളെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനത്തെ 2 മാസം വന്നപ്പം പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അവസാനത്തെ 2 മാസമായപ്പോഴത്തേക്കും 1000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുള്ളതാണ്. 4.5 വർഷം എന്ന് പറഞ്ഞാൽ 54 മാസമാണ്. ഈ 4.5 വർഷം ഇവർ 1000 രൂപ വെച്ച് ഈ സ്ത്രീകൾക്ക് കൊടുത്തില്ലെങ്കിൽ 54,000 രൂപ ഓരോ സ്ത്രീകൾക്കും ഈ സംസ്ഥാനത്തെ ഈ സർക്കാർ കടപ്പെട്ടിരിക്കുക. ഈ അവസാനത്തെ മാസം വന്നിട്ട് ഇങ്ങനെ ജനക്ഷേമ നടപടിയെന്ന് പറഞ്ഞ ചുമ്മാ ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെച്ചാൽ അത് ജനം തിരിച്ചറിയും. ഈ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണോ? അവർ UDFന് അനുകൂലമായി ചിന്തിക്കുമെന്ന രീതിയിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അവസാനം ക്രൈസ്തവ മേഖലയ്ക്കായി നൽകിയ ഈ ആനുകൂല്യങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതടക്കം സഭ സംതൃപ്തരാണെന്ന് തോന്നുന്നില്ല പിണറായി സർക്കാരിൽ? അങ്ങനെയാണെങ്കിൽ അല്ല, സഭ അങ്ങനെ ഒരു നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെയൊന്നും ഇടപെടാറില്ല. പിന്നെ ഈ ഒരു കഴിഞ്ഞ 4.5 വർഷം ഈ സർക്കാർ ചെയ്ത കൊള്ളരുതായ്മകൾ, അത് സഭയെന്നല്ല, ഈ കേരളത്തിലെ ഓരോ വ്യക്തികളും, നമ്മൾ ഇവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഭരണം മടുത്തു, ഇനി ഇവരെ അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ അഹങ്കാരമുള്ള ഈ ഒരു കൂട്ടരെ താഴെ ഇറക്കാൻ അവർ മുന്നിട്ടിറങ്ങുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ വിലയിരുത്തൽ. അപ്പോൾ ഇത് സഭ അല്ലെങ്കിൽ സമുദായം എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് ഈ സർക്കാരിന് എതിരാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.